ഇന്ന് നമുക്ക് ഈശോയുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാം. വചനം മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ. ഈശോയുടെ വംശാവലി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ രാജാക്കന്മാരായ ദാവീദിൻ്റെയും സോളമൻ്റെയും പരമ്പരയിലാണ് യേശു ജനിച്ചത്. അതേപോലെ മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന 4 സ്ത്രീകളുടെ പേരും വംശാവലിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പാരമ്പര്യ മേന്മകളും കുറവുകളും തകർത്തെറിഞ്ഞാണ് യേശു ഭൂമിയിൽ ജനിച്ചത്. കാനായിൽ തൻ്റെ ആദ്യത്തെ അത്ഭുതത്തിലൂടെ പഴയ സൃഷ്ടികളെ നവീകരിക്കാനാണ് താൻ വന്നതെന്ന് ഈശോ നമ്മളെ അറിയിച്ചു. അന്ധന് കാഴ്ച നൽകി, മുടന്തരം നടത്തി, തളർവാദ രോഗിയെയും രക്തസ്രാവക്കാരെയും മറ്റ് ധാരാളം രോഗികളെയും സൗഖ്യപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. എല്ലാത്തിലും ഉപരിയായി മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. ഈശോ സ്ത്രീകളോട് പെരുമാറേണ്ട രീതി വളരെ കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിടിയിലായ സ്ത്രീയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു ഒരു നോട്ടം കൊണ്ടുപോലും അവളെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. ഈശോ ഇന്നും നമ്മളെ നോക്കി പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയുക. ഭാര്യയും ഭർത്താവും ഒരു ശരീരമാണെന്നും തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും ഈശോ പഠിപ്പിച്ചു. സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന് അവിടുന്ന് ജീവിച്ച് കാണിച്ചു. ആരെയും വിധിക്കരുതെന്നും സ്വന്തം കണ്ണിലെ തടിയെടുത്ത് മാറ്റിയിട്ട് വേണം അന്യൻ്റെ കുറ്റം അന്വേഷിച്ച് പോകാനെന്നും ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഒടുവിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ സ്വന്തം ശരീരത്തിൽ വേദനകൾ ഏറ്റുവാങ്ങി. മരണത്തേക്കാൾ വലിയ വേദന. അവർ യേശുവിൻ്റെ മുഖം തുണികൊണ്ട് ചുറ്റിയിടിച്ചു. വസ്ത്രമുരിഞ്ഞ് നഗ്നനാക്കി ഒരു കിടങ്ങിയിലിട്ട് രാത്രി മുഴുവൻ ഉപദ്രവിച്ചു. ചാട്ടവാർ കൊണ്ട് യേശുവിൻ്റെ തൊലി ഉരിച്ചു. തലയിൽ മുൾമുടി കുത്തിയിറക്കി. തന്നേക്കാൾ ഭാരമുള്ള കുരിശ് അവൻ്റെ ചുമരിൽ വെച്ചു കൊടുത്തു. കുരിശിൽ കിടത്തി കൈത്തണ്ടയിലും കാലിലും ആണികളടിച്ചു. ഇവയെല്ലാം ചെയ്തവരോടും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പാപങ്ങൾ കൂടി ഏറ്റെടുത്ത് ഈശോ മരിച്ചു. കുരിശിൽ തൂങ്ങി നിൽക്കുന്ന സമയത്ത് ശ്വാസമെടുത്ത് സംസാരിക്കുവാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. അതിനാൽ ഈശോ തന്നെ തറച്ചിരുന്ന ആണിയിൽ ഊന്നു നിന്നാണ് അവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത്രയേറെ വേദന അനുഭവിച്ച ഈശോ ഹൃദയം തകർന്നാണ് മരിച്ചത്. അതിനാലാണ് ഈശോ മരിച്ചോ എന്നറിയാൻ പടയാളി കുന്തം കൊണ്ട് വിലാപുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് ചോരയും വെള്ളവും വന്നത്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാതിരുന്ന തോമാസ് ലീഹ ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പോൾ ഈശോ പറഞ്ഞു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോ അവസാനമായി ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യം ഇതായിരുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുവിശേഷം പ്രസംഗിക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.